രാവിലത്തെ പത്രങ്ങളിൽ വന്ന ഒരു കാര്യത്തെക്കുറിച്ച്, PRDയുടെ പരസ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വൈകുന്നേരം എന്തിനാണ് വന്നതെന്ന് ചില ആൾക്കാർ ചിന്തിച്ചേക്കാം. നമ്മുടെ സർഗാത്മക പരസ്യത്തിന്റെ ഇമ്പാക്ട്, അതിന്റെ അലയൊലി എവിടം വരെ എത്രത്തോളം പോയി എന്ന് അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി എന്ന് വിചാരിച്ചതുകൊണ്ടാണ് വൈകിയത്. ഗംഭീരമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ ഷാഫി പറമ്പിലുള്ളവർ വരെയുള്ളവർ ഇതിനെക്കുറിച്ച് അങ്ങ് പ്രതികരിച്ചു. ചിലർ ഇന്നലെ രാവിലെ വിളിച്ചിരുന്നു, ഒന്നാം പേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളത്. ശരിയാണ്. 10 വർഷം മുമ്പത്തെ കേരളത്തെക്കുറിച്ചുള്ളൊരു ഞെട്ടലാണ് അവരെ ഇന്നത്തെ പത്രം കണ്ടപ്പോൾ ഞെട്ടാൻ പ്രേരിപ്പിച്ചത്. അത് തന്നെയാണല്ലോ പരസ്യത്തിന്റെ ഒരു വിജയം എന്നുള്ളത്. യഥാർത്ഥത്തിൽ PRD VD സതീശനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടും കടപ്പെട്ടിരിക്കുകയാണ്. ഈ പരസ്യത്തിന് വലിയൊരു പ്രചാരണം നൽകാൻ അവർ മുന്നോട്ട് വന്നില്ലേ? അവർ ബ്രാൻഡ് അംബാസഡർമാരായില്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റുമെന്നും കൂടി ആലോചിക്കണം. സതീശന്റെ പ്രതികരണം ശ്രദ്ധിച്ചു. പരസ്യമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പരസ്യമാണ്, അതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അല്ല സതീശ, എല്ലാ പരസ്യങ്ങളും യഥാർത്ഥങ്ങളും വ്യാമോഹങ്ങളും ആയിരിക്കണം. അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്? 10 വർഷം മുമ്പുള്ള കേരളത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തത് നല്ല കാര്യമാണെന്നല്ലേ സതീശൻ പറയേണ്ടത്. ഇനി വേണമൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വർഷം മുമ്പുള്ള സർക്കാർ എന്തായിരുന്നു അല്ലെങ്കിൽ കേരളം എന്തായിരുന്നു എന്ന് പ്രചരിപ്പിക്കുക. എന്തുകൊണ്ടാണ് പ്രചരിപ്പിക്കാതിരിക്കുന്നത്? പ്രചരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്.